നമസ്കാരം, ദിനേശാണ്. ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുന്നംകുളം പഴഞ്ചിയിലാണ്. ഇവിടെ പോപ്പുവും അതുപോലെ തന്നെ ഷിനുവും ഉൾപ്പെടെയുള്ള കുറച്ച് അധികം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗമായി പോത്ത് വളർത്തൽ ആണ് അല്ലെങ്കിൽ പോത്ത് വളർത്തൽ രംഗമാണ് എന്നുള്ളതാണ് പ്രധാന പ്രത്യേകതയുള്ളത്. ഏതാണ്ട് ജനിച്ച നാൾ മുതൽ പോത്തിനെയും പശുവിനെയും ആടിനെയും കണ്ടു വളർന്ന് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഭവവും അതുപോലെ തന്നെ വലിയൊരു താല്പര്യത്തിന്റെ ഭാഗമായി പോത്ത് വളർത്തൽ ഏതൊക്കെ രീതിയിൽ പോത്ത് വളർത്തൽ ലാഭകരമാക്കാം എന്ന് ആലോചിച്ച് കണ്ടു പഠിച്ച് അത് പൂർണ്ണമായും അവലംബിച്ചു വരുന്ന ഒരു രീതിയാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുറ പോത്ത് എല്ലാ കാലത്തും നല്ലത് തന്നെയാണ്. പക്ഷെ മുറ മാത്രമല്ല നല്ലത്, മറ്റ് ക്രോസ് ബ്രീഡുകളൊക്കെ വളർത്താനാണെങ്കിൽ സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ വളർത്താം. എന്നാൽ ഇവിടെ പ്രധാനമായും മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇവർക്ക് തൊഴുത്തില്ല അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഷെഡ് ഇതുവരെ ഇല്ല. ഷെഡോ തൊഴുത്തോ ഇല്ലാതെ നൂറുകണക്കിന് പോത്തുകളെ എല്ലാ ബലിപെരുന്നാളിലും വിൽക്കുന്ന വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം കൂടി ഇവർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും 10-30 വർഷത്തിലധികം വരുന്ന പോപ്പുവിന്റെയും പോപ്പുവിന്റെ ചേട്ടന്റെയും കൂട്ടുകാരുടെയും ഒക്കെ പോത്ത് വളർത്തൽ രംഗത്തെ വിശേഷങ്ങളും അറിവും അനുഭവവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പോപ്പു, എത്ര കാലമായിട്ട് നമ്മൾ ഈ പോത്ത് വളർത്തൽ രംഗത്തുണ്ട് അല്ലെങ്കിൽ ഈ പോത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്? പോത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ നമ്മളെ ഉപ്പ വല്യപ്പ ആ കാലഘട്ടം മുതൽ തന്നെ നമുക്ക് പോത്ത് ആട് ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. പിന്നെ നമുക്ക് ഈ പോത്തിനോട് മാത്രല്ല, ഇനിയിപ്പോ ചെറുപ്പത്തിൽ പ്രാവ്, അതുപോലെ തന്നെ ആട്, കോഴി, ആന, ഇതിനോടൊക്കെ ഒരു ലഹരിയാണ് നമുക്ക്. അതാണ് ചെറുപ്പ്. പിന്നെ നമ്മൾ കുറച്ച് സ്കൂൾ ജീവിതം വിദ്യാഭ്യാസമൊക്കെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ കുറച്ചു കാലം പോത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ അങ്ങനെ ചുറ്റിപ്പെട്ട് അവറ്റോളോടൊരു ഭയങ്കര വാത്സല്യ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മള് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം എക്സ്ട്രാ വെൽഡിങ്ങിനൊക്കെ പഠിക്കാൻ പോയി. അതൊന്നും പൂർണ്ണതയിൽ എത്തിയില്ല. പിന്നെ വീണ്ടും നമ്മള് ഇതിലേക്ക് വന്നു. പോത്ത് ഇതൊക്കെ ആയിട്ട് മൃഗങ്ങളോട് തന്നെ നമുക്ക് എപ്പോഴും താല്പര്യം കൂടണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനൊരു 10 വർഷമായിട്ട് പോത്തുമായിട്ടാണ് നമ്മുടെ ഉപജീവന മാർഗം നടത്തുന്നത്. ഇതായിട്ട് നമ്മള് ആദ്യം ഒരു പോത്തിനെ മേടിച്ചു, അതിനെ നോക്കി 2 പോത്തിനെ മേടിച്ചു. ഇപ്പൊ നമുക്ക് എത്രയൊന്നും പറയാൻ പറ്റുന്നില്ല. ചിലപ്പോ 50 ഉണ്ടാവും, ചിലപ്പോ 100 വരും ഏറ്റവും ഇതാക്കിയിട്ട്. ഇപ്പൊ കുറച്ചുള്ളൂ. ഇപ്പൊ അതൊരു ലോഡ് അന്ന് ഒരു 10-25 വന്നു കഴിഞ്ഞ. അതിപ്പോ സെയിലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരു 5-8 ഉണ്ടാവും. പിന്നെ വീട്ടില് 2-3 ഉണ്ട്. നമ്മൾ പോത്തുകുട്ടികളെ വളർത്തുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാന്ന്? ഞാൻ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മള് മുറയെന്നല്ലോ എടുക്കുക. എനിക്ക് അങ്ങനെ മുറ എടുക്കണമെന്നോ അല്ലെങ്കിൽ മുറ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പോത്തിനോടാണ് ക്രൈസ്. മുറയോടല്ല, എനിക്ക് മൃഗങ്ങളോടാ. എനിക്കിപ്പോ ഈ പോത്ത് ഞാൻ പറയില്ലേ, ഈ പോത്ത് നിങ്ങൾ ഇനി ഒരു 6 മാസം വരുമ്പോ നോക്കി അത്യാവശ്യത്തിന് സൈസായി ഉണ്ടാവും, വളരും. മുറ മാത്രല്ല വളരുക, പക്ഷെ മുറയുടെ അത്ര ഭംഗിയും പവറും ഉണ്ടാവില്ല. ഇത് ആന്ധ്ര കുട്ടികളാണ്. ആന്ധ്ര ക്രോസ് കുട്ടികൾ, അതായത് വലിയ കൊമ്പ് വരുന്ന വലിയ കൊമ്പ്. ഇതിന്റെ കൊമ്പൊന്നും ഓവർ വലുതാവില്ല, എന്നാലും മുറയുടെ പോലത്തെ ഒരു ഇതിൽ വരുന്ന ഒരു ഇതാണ്. ശരി. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഈ പോത്തിനെ വളർത്തുകയാണെങ്കിൽ എങ്ങനെയാ നമ്മുടെ വളർത്തല്? എനിക്കിതാ ഈ പോത്തിന് 1 ഉറുപ്പിയുടെ ചെലവില്ല. 5 പൈസ ചെലവാക്കാണ്ടാണ് നമ്മള് ഇതിനെ നോക്കണത്. പക്ഷെ ഇതിന്റെ പൈസ ചെലവാക്കുക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ഇതിനെ കൊടുന്നു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായി ട്രീറ്റ്മെന്റുകൾ ചെയ്യും. അതായത് ഇപ്പൊ ആ പോത്തുകൂട്ടിനെ കൊടുത്തിട്ട് 1 ആഴ്ച ആയിട്ടുള്ളൂ. ഈ ആന്ധ്രയിൽ നിന്ന് ഇതിനെ കൊണ്ടുവരുമ്പോ ഇതിന് കൊമ്പ് കയറ് കിട്ടും, ഇത് കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്. മോന്തക്കയറ് കിട്ടും. എന്നിട്ട് തല ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടാണ് ഇത് കൊണ്ടുവരിക, എണ്ണം കൂടുതൽ കൊള്ളാൻ വേണ്ടിട്ട്. ഇങ്ങനെ പോത്തോള അട്ടിയായിട്ട് വെക്കുമ്പോ അപ്പൊ ഈ കൊമ്പ് കയറിട്ട് ടൈറ്റ് ആയിട്ട് ഇവിടെ ഒക്കെ മുറിവുകളുണ്ടാവും. ഇതൊന്നും ഒരു കർഷകർക്ക് അറിയില്ല, ഇത് കാണും ചെയ്യില്ല. നമ്മളൊരു പോത്തിനെ കൊടുന്നു കഴിഞ്ഞാല് ഇതിന്റെ കൊമ്പിന്റെ ഇട നോക്കുക അല്ലെങ്കിൽ ഇതിന്റെ വേറെ കാര്യങ്ങളും ഒന്നും നോക്കാറില്ല. പ്രത്യേകം പറയാം കർഷകർ. സോ നമ്മളിത് കൊടുന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ മുറിവുകൾക്കുള്ള മരുന്നുകളൊക്കെ ആദ്യം നമ്മൾ കൊടുക്കും. അത് കൊടുത്തിട്ട് ഇതിനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ മാത്രം നമ്മൾ ഇതിനെ വെള്ളത്തിലേക്ക് ഇറക്കുള്ളൂ. ഈ പോത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും ഈ പോത്തിനെ വെള്ളത്തിൽ കെട്ടിക്കും.
ഒരു കേടും വരില്ല. ഇല്ല. 24 മണിക്കൂർ കേട് തീർന്ന് കിട്ടണം. ഒരു കുഴപ്പം 24. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. 12 മണിക്കൂർ വീട്ടിലേക്ക് കെട്ടുക. എന്റെ പോത്തുകളൊക്കെ പാടത്തിന്റെ പറഞ്ഞു. എന്റെ വീടിന്റെ ഇവിടെ അല്ല, അപ്പുറത്ത് വീടുണ്ട്. എന്റെ വീട് തൊട്ട ബാക്കിലെ പാടാവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പോത്തിനെ കൊറോണത്തിനെ കെട്ടും, 2-3 കെട്ടില്ല. അപ്പൊ ഇവര് കുറച്ച് കഴിഞ്ഞ അപ്പുറത്തൊരു കുളമുണ്ട്. അപ്പൊ നമ്മള് രാത്രി കിടക്കാൻ നേരത്ത് വന്നിട്ട് നോക്കി നോക്കുമ്പോ ഇവരെന്ത് ചെയ്യും, ആ കുളത്തിലെടുക്കും. പിന്നെ നമ്മര് രാത്രി നമ്മള് എണീക്കുമ്പോ പോത്തുകളൊക്കെ വെറുതെ ടോർച്ചടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പോഴും ഉണ്ടാവും ഇവര് ആ കുളത്തിലുണ്ടാവും. ഇത് അതേ ഞാൻ പറഞ്ഞേ, ഇനിയിപ്പോ മഴ ആയിട്ടും വെയിലായിട്ടും ഒരു പ്രശ്നവും ഇല്ല. ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അസുഖം വരില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവര് ചളിയിലായാലും വെള്ളത്തിലായാലും പിന്നെ അവർക്ക് വേണ്ടത് ചളിയും വെള്ളവും ഇതിൽ ഉരുണ്ട് കളിക്കണം. പിന്നെ അപ്പൊ നമ്മൾ ഈ ചളിയും വെള്ളവും ഉരുണ്ട് കളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് കയറ്റി കെട്ടുമ്പോ ഇതിന് മേലൊന്നും മണ്ണ് പിടിക്കാണ്ടിരിക്കും. 1 ദിവസമൊക്കെ 2 ദിവസമൊക്കെ മണ്ണായിക്കോട്ടെ, ചില മണ്ണുകളിൽ നിന്ന് ഇവർ സ്കിന്നിന് പ്രശ്നങ്ങൾ വരാൻ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാം. അത് നമ്മളിപ്പോ എല്ലാതും ചെളിയിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതാക്കണ ഞാൻ പറഞ്ഞിട്ട് എന്നും ചെളിയിൽ കൊണ്ടുവരാന്നല്ല, നമുക്ക് അതിനെ കുറിച്ച് അറിയണോണ്ടാ പറയണത്. ചെളിയിൽ ഇവർ കിടക്കണം, ചെളിയിൽ മറിയണം. ചില പോത്തോളൊക്കെ ചെളിയിലാണ്ട് കിടന്ന് കയ്യും കാലിട്ടിട്ടൊക്കെ മറിഞ്ഞാണ്ട് കുത്തി മറിയണ കാണാം. അത് കഴിഞ്ഞ് ചെളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകമായിട്ട് ചെവിയുടെ ഉള്ളില് നന്നായി കഴുകി കൊടുക്കുക. മുറിവുകള് ഉണ്ടാവും, ഈച്ച വന്നിട്ട് അതിന്റെ ഉള്ളില് വന്നിട്ട് ഇതായിട്ട് വല്ല മുറി ഉണ്ടെങ്കിൽ അതിൽ വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മരുന്നുകള് കൊടുക്കണം, കാര്യങ്ങള്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മള് ഇപ്പോ ഏതാണ്ട് 8 മാസമായിട്ടുള്ള ഏതാണ്ട് 100-150 കിലോ വരുന്ന കുട്ടികളെയാണല്ലോ നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഈ ചന്തയിൽ പോയിട്ടാണല്ലോ എടുക്കണത്. പെരുമ്പിലാവ് ചന്ത. പെരുമ്പിലാവ് ചന്തയിൽ നിന്ന് നമ്മൾ കുട്ടികളെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഇതിന് റേറ്റ് വരുന്നത് എങ്ങനെ, എന്താണ് ശരിക്കും ഇത് ഈ ഒരു 100-150 കിലോ വരുന്ന? ഇപ്പൊ ഈ പോത്തുകുട്ടികളൊക്കെ അല്ലേ, ഇതിനൊക്കെ നമുക്കൊരു 20 രൂപ ആയിട്ടുള്ള 20,000 രൂപ. എത്ര കിലോ തൂക്കം ഉണ്ടാവും? ഇതിപ്പോ ഒരു 100 മൊത്തം ബോഡി വെയിറ്റ് നോക്കുകയാണെങ്കിൽ 180 കിലോ ഉണ്ടാവും. 150 കിലോ 180 കിലോ ഉണ്ടാവും ഇത് ബോഡി വെയിറ്റ്, മൊത്തം വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് 180 കിലോ. എന്താ വെച്ചാൽ ഞാൻ ഈ മുറയുടെ കുട്ടികളെയും ഇതേ കുട്ടികളൊക്കെ തൂക്കിയിട്ട് കൊടുത്തിരുന്നു. അപ്പോ കിട്ടില്ല, ഇതിന് ഡബിൾ പൈസ. അതാ പറഞ്ഞത്. 40,000 രൂപ നമ്മള് വിചാരിക്കും ചന്തയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ ഈ ചന്തയില് നടക്കാം. അപ്പൊ എനിക്ക് എല്ലാ കച്ചവടക്കാരനെയും എല്ലാ കച്ചവടത്തിനെ കുറിച്ചിട്ടും എനിക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് ചെറിയൊരു ധാരണ ഉണ്ട്. എങ്ങനെ കുട്ടികളെ വാങ്ങണം എന്നുള്ള ധാരണയുണ്ട്. ഒരു കർഷകര് പോത്ത് വളർത്താൻ വേണ്ടി ആദ്യമായിട്ടാണ് ചന്തയിൽ അങ്ങോട്ട് വന്നോക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ധാരണ കിട്ടില്ലല്ലോ. അപ്പൊ അവിടെ അപ്പൊ അതെന്താ വെച്ചാല് സംഭവം ഈ പോത്തിനെ കൊണ്ടുവരുന്ന ചന്തയിൽ കൊണ്ടുവരുന്ന അതിന്റെ ഓണർമാർക്ക് ഈ പൈസ കിട്ടണില്ല കേട്ടാ. പക്ഷെ ഇടനിലക്കാർ. അപ്പൊ ഇത് കച്ചവടം നടക്കണമെങ്കില്, അത് ഏത് ബിസിനസ്സാണ് നടക്കണമെങ്കിൽ അതിൽ ഇടനിലക്കാരൻ വേണം. ആ ഇടനിലക്കാരനോട് ഇപ്പൊ ഞാൻ ദിനേശേട്ടനോട് പറയാ, പോത്തിന് ഞാൻ കച്ചവടമാക്കി തരാം, എനിക്ക് ഇത്ര രൂപ തരണം. എത്രയാണ് അവരുടെ പൈസ എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച്. പക്ഷെ എനിക്കതൊന്നും വേണ്ട. എനിക്ക് നേരിട്ടിട്ട് അവരോട് പറയാ 10-25 ശരി, അതുകൊണ്ട് മാറ്റി. കൂടെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പോപ്പിനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാല് പോപ്പിന് ഇങ്ങനെ ഈ കുട്ടികളുടെ കച്ചവടം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 10-25 കൂടെ അതിന്റെ പോത്തിന് നോക്കണ ഇവനാണ്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഒരു 10-12 ഇവിടെ കച്ചവടം കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ പോയി. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ പോയി കൊമ്പ് ചുരുണ്ടത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ പോത്ത് വളർത്താണ്. ഇന്നിപ്പോ ഒരു കിലോ ബീഫിന് എന്ത് വില ഉണ്ട്? 450 ഞങ്ങളുടെ നാട്ടില് 480 ഉണ്ട്. ഞാനിവിടെ 1 കിലോ ബീഫ് ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 400 രൂപ കിട്ടും. ഒരു മാസം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നോക്കിയാൽ ഒരു പോത്ത് എത്ര കിലോ കയറും? അപ്പൊ ഒരു വർഷം കൊണ്ട് ഒരു 500 കിലോയിലേക്ക് എത്തുന്നാണ് പറയണേ. ഒരു വർഷം കൊണ്ട് ഈ കുട്ടികളെ അതിലേക്ക് എത്തും. അപ്പൊ മുറേനെ കുറിച്ച് അവകാശവാദം ഈ കുട്ടികളെ ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടികള് ഇപ്പൊ ഒരു അടുത്ത ഹജ്ജ് പെരുന്നാളാവുമ്പോ ഈ കുട്ടികള് ചുരുങ്ങിയത് ബീഫ് ഇറച്ചി മാത്രം മൊത്തം വെയിറ്റ് അല്ല. നിങ്ങൾ പറഞ്ഞ മൊത്തം വെയിറ്റ് 500ലേക്ക് 500ന്റെ മേലെ കിടക്കും. മൊത്തം വെയിറ്റ് 500ന്റെ മേലെ കിടും. ഇത് കൃത്യമായിട്ട് നല്ല മരുന്നും നല്ല കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലത്തെ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ചുരുങ്ങിയത്
ഇറച്ചി മീറ്റ് മാത്രമായിട്ട് 160 to 200 കിലോ വരെ എത്തും. മീറ്റ് മാത്രം. ടോട്ടൽ വെയിറ്റ് എത്ര ഉണ്ടാവും? ടോട്ടൽ വെയിറ്റ് 600 കിലോ. അടുത്ത് ഈ ക്രോസ് കുട്ടികൾ വരുമോ? പിന്നെന്താ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുറ അതിനേക്കാൾ വലുത് മുകളിൽ പോണം. അതല്ല, മുറയുടെ പൂർണ്ണ വളർച്ച എത്തുന്നില്ലല്ലോ. ഓ ശരി. മുറ 2 വർഷം നോക്കിയാലേ മുറ വളർച്ച വരുള്ളൂ. പക്കായിട്ട് നോക്കണം. ശരി. അതാ പറഞ്ഞത്. ചുരുങ്ങിയത് നമ്മള് ഇതുപോലത്തെ കുട്ടികളെ നമ്മള് ഓരോ വീട്ടുകളിൽ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചു കൊണ്ടുവരാം. അതൊരു ചെറിയ സംരംഭമായി ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഇതുപോലത്തെ കുട്ടികൾ ചന്തയിൽ നിന്ന് നമ്മൾ മേടിച്ചു, ഒരു വീട്ടിലാക്കി 2 കൊടുത്തു. ആ വീട്ടിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോ നമ്മളതിന്റെ നമുക്ക് മീറ്റിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് 160 കിലോ മീറ്റ് ഉറപ്പായിട്ടും കിട്ടും. ഓ ശരി. അപ്പൊ ഇനി വേറെ കാര്യം ചോദിക്കട്ടെ. കുട്ടികളെ വാങ്ങുന്നു, നമ്മൾ ഇങ്ങനെ ചെലവില്ലാതെ വളർത്തുന്നു, ശ്രദ്ധിക്കേണ്ട കാര്യം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമുക്ക് തീറ്റ ചെലവില്ല, നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്നില്ല. തീറ്റ ചെലവില്ല, കാര്യങ്ങളില്ല. പിന്നെ കൈത്തീറ്റ നമ്മൾ കൊടുക്കും, ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുക്കും. കൈത്തീറ്റ കൊടുക്കും. കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട്. ഇവിടെ പുല്ലില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, അതായത് വേനൽക്കാലൊക്കെ ആവുമ്പോ നമുക്ക് ഈ പോത്തുകൾ എല്ലാതും അയച്ചിട്ടല്ലേ ഇതിന്റെ വയറ് നിറയും. നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് ഇതാക്കും. അപ്പൊ നമുക്ക് ഫുഡ് വിറ്റുള്ള നിറയണില്ല, നമുക്ക് ഒരു ഇതുണ്ടാവില്ല. പോത്തിന് വയറ് നിറഞ്ഞാൽ നമുക്കത് കാണാലോ. അപ്പൊ നമ്മള് ഫുഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അത് നമ്മളിപ്പൊ തന്നെ ആ കുട്ടീനൊക്കെ നമ്മൾ കൈത്തീറ്റ പഠിപ്പിച്ചതാ. അതിന് തമ്മാരി വീട്ടിൽ നിന്ന് കെട്ടിയിട്ടിട്ട് കൈത്തീറ്റ വെള്ളം കൊടുത്ത് പഠിപ്പിച്ചുള്ളതാ. ഇനി ഇവര് തീറ്റ കിട്ടാണ്ടായി കഴിഞ്ഞാൽ കൈത്തീറ്റ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി തിന്നോളൂ. ചില വീട്ടുകാര് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ജൂൺ മാസം കുട്ടികളെ വാങ്ങുന്നു. ജൂൺ മാസം കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു നവംബർ ഡിസംബർ വരെ പുല്ലുണ്ടാവാം ഒരു പക്ഷേ, അല്ലേ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി വരെയും പുല്ലുണ്ടാവും. അത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാടം ഇനിയിപ്പോ ഇവിടൊക്കെയാണ് ഇതിടുക. 2 മാസം കഴിഞ്ഞാൽ ഇവിടെ മകരക്കൊയ്ത്താണ്. ശരി. മകരമാസ ഇതാണ്, കന്നി മകരാണ് ഇവിടെ കൊയ്യുക. ഇത് കൊയ്യില്ല, ഇവിടെ കൃഷിയില്ല. അപ്പൊ നമ്മൾ അവിടുന്ന് കൊടുത്തിട്ട് ഇവിടെ കുറ്റിയടിച്ച് കെട്ടും. അപ്പൊ നമ്മൾ കുറ്റി അടിച്ചിട്ട് കെട്ടും. അപ്പൊ നമ്മാര് വിട്ടിട്ട് അവർക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ നമ്മള് കൈത്തീറ്റയിലേക്ക് പോകും. അപ്പൊ നമ്മൾ വൈക്കോല് കെട്ട് മേടിക്കും. രാത്രി ഒരു പിടി വൈക്കോല് ഇട്ട് കൊടുക്കും. പിന്നെ കാലത്ത് മറ്റേ കഞ്ഞിവെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മള് അവിലും തവിട് മേടിക്കും, അല്ലെങ്കിൽ നെല്ലൂത്തിയ തവിടുണ്ടാവും. ഇതൊക്കെ അല്ലെങ്കിൽ ചോളത്തവിട് മേടിക്കും, അല്ലെങ്കിൽ പുളിയരിയില്ലേ, അതും നമ്മൾ ചെയ്യാറില്ല. അതൊക്കെ ചെലവ് കൂടുതലാ. അത് തിളപ്പിച്ച് അതാക്കുക അങ്ങനെയുള്ളത് അതിലേക്കും നമ്മൾ പോകാറില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിര ഇളക്കും. നമ്മളിപ്പോ ഈ പോത്തുകൾക്കൊക്കെ ഇപ്പൊ വിരയുടെ ഗുളിക കൊടുക്കും. ഒരെണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്, 2-3 കൊടുക്കാത്തുണ്ട്. ഒക്കെ മരുന്ന് മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് ഡോക്ടർ മീനെണ്ണ തരും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ജ്യോതി ഡോക്ടർ. ഓക്കെ ഷനുക്ക, നമ്മുടെ ഇപ്പൊ കുറെ കാലമായിട്ട് പോപ്പും ഷനുക്കയും ഒക്കെ കൂടി കുറെ അധികം പോത്തുകളെ ഇവിടെ വളർത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത മാർഗമാണ്. ഈ പുതിയ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോത്ത് വളർത്തൽ അനുഭവം എന്ന് പറയാൻ പറ്റുമോ? പുതിയ യുവ തലമുറ കർഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടില്ലാണ്ട് ഒരു കർഷകരും മുന്നോട്ട് പോവില്ല. പിന്നെ തീർച്ചയായിട്ടും മഴ കൊള്ളണം, വെയിൽ കൊള്ളണം, മഞ്ഞ് കൊള്ളണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ തന്നെയാണ് നമ്മളൊരു കർഷകനാവുള്ളൂ. മനസ്സിലായ? നമ്മുടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ വീട്ടില് ഉപ്പാര് വല്യാപ്പാര് അങ്ങനൊക്കെ ആയിട്ട് പശു, ആട്, പോത്ത് ആ മേഖലയിലായിരുന്നു ഞങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത്. ആ മേഖലയിൽ കൂടെയാണ് വന്നിട്ടുള്ളത്. ആ മേഖലയിൽ നിന്ന് പഠിച്ച പാഠം കഷ്ടപ്പെടണം. അത് നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടോ വീഡിയോ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. മേല് ചെളിയാക്കി തന്നെ വേണം. പറങ്ങണം. ചില സമയങ്ങളിൽ ഞങ്ങൾ ഇതുവരെ ഒരു തൊഴുത്തില്ലാണ്ടാണ് ഞങ്ങൾ വളർന്നുള്ളത്. ഒക്കെ ഞങ്ങളെ ജനങ്ങൾ ഒരു തൊഴുത്തില്ല. ഒക്കെ ഈ നമ്മുടെ പാടത്തും പറമ്പിലും ഇവിടെ കേട്ടിട്ട് അതൊക്കെ ഈ ജനങ്ങളെ നല്ല മനസ്സുകൊണ്ട് തന്നെ കേട്ടോ. അല്ലെങ്കിൽ എവിടെയും ഇങ്ങനെ എത്തില്ല. തീർച്ചയായും 100%. അല്ലെ, പണ്ട് ഒരു ചൊല്ലുണ്ട്, അതായത് അന്യന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മൾ പശുവിനെ വളർത്തിട്ട് പറയും. പക്ഷെ ഇവിടെ സംഭവിക്കും നേരെ തിരിച്ചാ. നല്ല സഹകരണ. ഞങ്ങള് അജ്ജ് പെരുന്നാളിനൊക്കെ 10-100 പോത്ത് വെക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ ഇത്ര വലിയ ഫാം കെട്ടിയിട്ട് വളർത്തുന്ന ആൾക്കാരല്ല. ഞങ്ങളെ വീടിന്റെ ബാക്കിൽ പാടം, സ്വന്തമായ ഷെഡില്ലാണ്ട്. പിന്നെ അതിലുപരി ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഈ കഷ്ടപ്പാടിന്റെ
ബലം കണ്ടു. ഉം. കാരണം ഉം. ഞങ്ങൾ ചെറിയൊരു ഉം. സ്ഥലം മേടിച്ചു ഓ ഈ വലിയ സംരംഭം കാര്യം. കൊണ്ട്. ഓ തീർച്ചയായും അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കച്ചവടത്തിലൂടെ തന്നെയല്ലേ? കച്ചവടം പിന്നെ ഈ കച്ചവടത്തിലൂടെ ഞങ്ങള് സ്ഥലം മേടിച്ചു. ഇനി അതിൽ ഞങ്ങൾ ചെറിയൊരു ഫാം സെറ്റ് ചെയ്യാൻ പോവാണ്. 100%. അത് ഇതിൽ കൂടെ വന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. ചെറിയൊരു സ്ഥലം മേടിക്കാൻ പറ്റി. കാര്യങ്ങളെ ഇപ്പൊ യുവതലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇത് നമ്മുടെ ലഹരിയാണ്. ഏത് മറ്റേ ലഹരിയുടെ പിന്നാലെ പോകരുത്. ഇപ്പോ ഫുട്ബോൾ കളി കിടക്കുന്നുണ്ട്. ലഹരി എന്താ? നെയ്മർ, അർജന്റീന, ബ്രസീൽ എന്നുള്ള ഒരു ലഹരിയാണ്. മെസ്സി അല്ലെ? മൊത്തത്തിലെ കണ്ടതാണല്ലോ. അതേപോലെയാണ് ഞങ്ങൾക്ക് ഈ ലഹരി. പോത്ത്, ആട്, പശു, മൃഗങ്ങളോടുള്ള ലഹരിയാണ്. അപ്പോ പോപ്പുവിന്റെയും ഷിനുവിന്റെയും സുബിയുടെയും മഹേഷിന്റെ ഒക്കെ പോത്ത് വളർത്തൽ അനുഭവങ്ങളും അറിവും അതുപോലെ തന്നെ ഒരു പോത്ത് വളർത്തൽ രംഗത്ത് പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായും പങ്കുവച്ചിട്ടുള്ളത്. ഈ രംഗം ഓരോ ദിവസം കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോത്തോ പശുവോ മറ്റ് മൃഗങ്ങളൊക്കെ വരുന്നതിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള മാംസാവശ്യത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോത്ത് വളർത്തൽ രംഗം സജീവമായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.